മനസ്സ നമ്മുടെ ചോദ്യങ്ങൾക്ക് കൈരളി ന്യൂസിൻ്റെ ചോദ്യങ്ങളോട് മറുപടിയില്ല എന്ന് പറഞ്ഞു പോകുമ്പം തന്നെ മറ്റു ചില മാധ്യമപ്രവർത്തകരെ ബി ജെ പിക്കൊപ്പം നിൽക്കുന്നവരെ ശ്ലാഘിച്ചായിരുന്നു സുരേഷിൻ്റെ വക വീര്യം കാട്ടൽ. എന്തൊക്കെയായിരുന്നു ഇന്ന് സംഭവിച്ചത്? തീർച്ചയായും അത് തന്നെയാണ് ജിംഷാദ്. ചോദ്യങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ സംസ്ഥാന BJP അധ്യക്ഷന് ഇതുവരെയും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാകുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി, ചോദ്യങ്ങൾ തന്നോട് വേണ്ട, അത്തരം ചോദ്യങ്ങൾക്ക് താൻ മറുപടി നൽകില്ല. മാത്രമല്ല ചില മാധ്യമങ്ങൾക്ക് മാത്രമാണ് താൻ ഉത്തരം നൽകുക, അവരുടെ ചോദ്യങ്ങൾക്ക് താൻ ഉത്തരം നൽകാൻ. പക്ഷേ തനിക്കെതിരായ ആരോപണം ചോദിക്കുന്ന മാധ്യമങ്ങളോട് ഉത്തരം പറയില്ല എന്ന രീതിയിൽ തന്നെയുള്ള പ്രവണതയാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന കാര്യാലയത്തിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കാണിച്ചത്. ഇത് ഇന്ന് മാത്രമല്ല, ഇതിനു മുൻപും ഇതേ രീതിയിലുള്ള പ്രവണത തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നത് ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. അതിനു പിന്നാലെയാണ് നമ്മൾ കൊണ്ടുവന്ന വാർത്ത. ഈ കഴിഞ്ഞ 16-ാം തീയതി 175 ഏക്കർ ഭൂമി 500 കോടിക്ക് മറിച്ചു വിറ്റു. അതായത് 6 കോടിക്ക് വാങ്ങിയ ഭൂമി 500 കോടി രൂപയ്ക്ക് മറിച്ചു വിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അത് ചൂണ്ടിക്കാണിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അവജ്ഞതയോടെ BJP നേതാക്കളും രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ഈ അഴിമതി ആരോപണത്തെ പ്രതിരോധിച്ച് രംഗത്തെത്തിയിരുന്നില്ല. ഇതേ വാർത്താ സമ്മേളനത്തിൽ തന്നെ VV രാജേഷ് അടക്കമുള്ള മറ്റുള്ളവരുണ്ടായിരുന്നു. പക്ഷേ ഈ ലക്ഷണമൊത്ത ഒരു മലയാള ഭാഷാ ശൈലി ഇല്ലാത്തതുകൊണ്ടാണോ ആവോ സുരേഷാണ് ഈ BJP സംസ്ഥാന അധ്യക്ഷന് വേണ്ടി മറുപടി പറഞ്ഞത്. ചില കാര്യങ്ങളിൽ മറുപടിയല്ല, ആക്ഷേപം എന്ന നിലയിൽ. പക്ഷേ ഈ രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ ചിരിച്ചുകൊണ്ട് ആംഗ്യം കാട്ടിയിരിക്കുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ മനസ്സിലിരിപ്പാണ് സുരേഷ് വഴി പുറത്തേക്ക് വന്നത് അല്ലേ? തീർച്ചയായും സുരേഷ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വിശ്വസ്തനും അതോടൊപ്പം തന്നെ രാജഭക്തി കാണിച്ചുകൊണ്ട് എപ്പോഴും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അത് നമുക്കറിയാലോ. ഇത്തവണ സംസ്ഥാന അധ്യക്ഷനായി BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർക്ക് വന്നപ്പോൾ മുതൽ രാജീവിൻ്റെ വിശ്വസ്തരെയാണ്, അതായത് സുരേഷാണ് ഇപ്പോൾ നേതൃത്വത്തെ നയിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾക്ക് 2 വിഭാഗം നേതാക്കൾ ഇപ്പോഴും വിട്ടുനിൽക്കുകയാണ്. അതുമാത്രമല്ല ഇക്കാര്യത്തിൽ മറ്റു മുതിർന്ന ആളുകൾ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ ശ്രദ്ധേയമാണ്. ഒപ്പം ഈ നേതൃത്വത്തിനകത്ത് തന്നെ തനിക്കെതിരെ പടയൊരുക്കം ഉണ്ടാകുന്നു എന്ന സംശയവും വല്ലാതെ വേവലാതിപ്പെടുത്തുന്നുണ്ട് സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരൻ. അതിന്റെ ഉദാഹരണം ഈ വിഷയത്തിൽ ഉയർന്ന വസ്തുതയ്ക്ക് ഒരു വിധത്തിലുമുള്ള മറുപടി പറയാനുള്ള ആത്മവിശ്വാസത്തിന്റെ ഒരു ശരീരഭാഷയും ഇന്ന് കാട്ടിയില്ല രാജീവ് ചന്ദ്രശേഖർ. മാത്രമല്ല ഇതിനു മുമ്പ് അടിയന്തരമായി ചേർന്ന യോഗത്തിൽ ഇത് ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് പോയത്, BJP നേതാക്കന്മാർക്ക് ഇതിൽ പങ്കുണ്ട് എന്നൊക്കെ രീതിയിൽ യോഗങ്ങൾക്കുള്ളിൽ പൊട്ടിത്തെറിച്ചു രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെയാണ് കേൾവി. തീർച്ചയായും അത് തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ അടിയന്തര പരിപാടികളൊക്കെ തന്നെ അടിയന്തരമായി റദ്ദാക്കുകയും ഉടൻ തന്നെ തലസ്ഥാനത്തെത്തുകയും സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ അടിയന്തര യോഗം വിളിക്കുകയും യോഗത്തിന് ശേഷം അവിടുത്തെ സ്റ്റാഫുകളുടെ ഉൾപ്പെടെ നേതൃത്വത്തിലുള്ള അവിടെയുള്ള എല്ലാവരുടെയും ഫോൺ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പടയൊരുക്കം നേതൃത്വത്തിനകത്ത് നിന്ന് തന്നെയാണ് എന്ന സംശയം രാജീവ് ചന്ദ്രശേഖറിനെ വല്ലാതെ അലട്ടുന്നു എന്നുള്ളതാണ്. കാരണം ഇത്തരം കാര്യങ്ങളൊക്കെയും തന്നെ തനിക്കെതിരെ താൻ അധ്യക്ഷനായി തുടരുന്നത് തൻ്റെ നേതൃത്വത്തിന് തന്നെ താല്പര്യമില്ല എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. അത്തരം വാർത്തകളൊക്കെയും തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുക്കുന്നു. മാധ്യമങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെയും തന്നെ തൻ്റെ കൂടെ നടക്കുന്നവരാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയും തന്നെ അദ്ദേഹത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. അതിൻ്റെ എല്ലാ പ്രവണതകളും കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ദിവസത്തെ അടിയന്തര യോഗത്തിൽ നടന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം മാധ്യമങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾക്ക്, അതായത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അല്ലെങ്കിൽ അഴിമതികൾ എങ്ങനെ അതിന് കൃത്യമായ മറുപടി നൽകണം, ഇനിയിപ്പോൾ അത് ഇല്ല എന്ന് ഉറച്ചു പറയാൻ സംസ്ഥാന അധ്യക്ഷന് കഴിയുന്നില്ല. മാത്രമല്ല നിഷേധിക്കുന്ന ഒരു മനോഭാവം സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ഈ ചില മാധ്യമങ്ങൾ, അതായത് നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നില്ല, മറ്റുള്ളവർ ചോദിക്കൂ, മറ്റു മാധ്യമങ്ങൾ ചോദിക്കൂ എന്ന രീതിയിലുള്ള പ്രതികരണമാണ് നടത്തുന്നത്. കാരണം 16-ാം തീയതി ആണ് ഈ വാർത്ത കൈരളി ന്യൂസിലൂടെ പുറത്തു വരുന്നത്. അതിന് പിന്നാലെ കൊച്ചിയിൽ വെച്ച് ഇദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൊച്ചിയിൽ വെച്ച് നമ്മുടെ തന്നെ റിപ്പോർട്ടർ ഇക്കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൈരളി പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കൂ, കൈരളി പോയി അന്വേഷിച്ചു കണ്ടുപിടിച്ചു, മറ്റു മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കി. അതിനുശേഷം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഇക്കാര്യം നിരന്തരം ആവർത്തിച്ച് ചോദിച്ചു. അദ്ദേഹം നിഷേധ മനോഭാവം കാണിച്ചുവെങ്കിലും നിരന്തരം വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു. സംസ്ഥാന അധ്യക്ഷനാണ്. മനസ്സ ഇതിൽ നിഷേധഭാവം എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ ഉയരുന്ന വസ്തുതകൾക്ക്
നിരാസത്തിൻ്റെയോ നിഷേധത്തിൻ്റെയോ ഒരു വാക്ക് പോലും പറയാൻ രാജീവ് ചന്ദ്രശേഖരനാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ ആരോപിക്കപ്പെട്ട അഴിമതിയിൽ യഥാർത്ഥത്തിൽ മടിയിൽ കനമുള്ളത് കൊണ്ടാണോ ഇത്തരത്തിൽ അഴിഞ്ഞു വീഴുന്നത് രാജീവ് ചന്ദ്രശേഖർ എന്ന സംസ്ഥാന അധ്യക്ഷൻ എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്.